തന്നെ പറഞ്ഞ ഞങ്ങൾ ഇത്രയും മാറുന്നുണ്ട്, അപ്പൊ അതിന്റെ ഇടയിൽ മാറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേറെ ഡിസൈനറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്മുടെ രീതിയിൽ സാധാരണ ഒരു ഡ്രസ് ഇടുക, പോവുക, താലി കെട്ടുക, അതിൽ ഇറങ്ങി വരിക എന്നുള്ളത്. സെയിം കളർ എനിക്കൊന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. മനോജിന്റെ ലാസ്റ്റ് ബ്ലൂ കുർത്തലൊക്കെ ഒരു സൈഡിൽ നല്ല ഭംഗിയാണ്. അതേപോലെ സെറ്റും കൊണ്ട് എടുത്തപ്പോഴും അപ്പം എന്തായിരുന്നു അങ്ങനെ ഒരു ഇത്ര അറ്റയർ എനിക്ക് ചേഞ്ച് ചെയ്യണം? ആക്ച്വലി നമ്മുടെ കസ്റ്റം അനുസരിച്ച് ഞങ്ങൾക്ക് 3 സാരി ഉണ്ട്. പക്ഷെ പിന്നെ അമ്പലത്തില് ഒരു എക്സ്ട്രാ ഒരെണ്ണം ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ടത്, അത് നമുക്ക് വേറെ ഒരെണ്ണം ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ചേച്ചി. എനിക്ക് പൊതുവെ മേക്കപ്പ് അത്ര അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളും അല്ല. ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഗൗരി മേക്കപ്പ് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് മാത്രമാണ് ഒരു വീക്ക്നെസ്. അതെ, അത് എവിടെ പോയാലും എന്ത് ചെയ്താലും ആഹാരം കഴിക്കുമ്പോ പോലും ചില സമയത്ത് ഞാൻ കാണാറുണ്ട്. അത് കഴിക്കാൻ വന്നിരിക്കുമ്പോ അമ്മയും പറയാറുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടില്ലേ അമ്മ കഴിക്കാൻ വന്നിരിക്കും. അവർക്കൊരു മനസ്സിലായി അമ്മ എങ്ങനെ അറിയാം നാളെ ലിപ്സ്റ്റിക് കഴിക്കാൻ ഇപ്പുറത്താണല്ലോ പോകുന്നത്, ലിപ്സ്റ്റിക് ഇട്ട് വാ കേട്ടോ, അമ്മയ്ക്ക് ലിപ്സ്റ്റിക് അമ്മയ്ക്ക് പറ്റുന്നില്ല. അതുപോലെ ഗൗരിയുടെ യൂട്യൂബ് ചാനലുകൾ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അല്ലേ? നമ്മളൊരു മേക്കപ്പ് ഇട്ട് ഗൗരിനെ കണ്ട് എനിക്കൊന്ന് കല്യാണത്തിനും എൻഗേജ്മെന്റിനും അല്ലാതെ കണ്ടിട്ടേ ഇല്ല ഒരുങ്ങി ഗൗരി. സീരിയലിലും ഇടത്തില്ല. അതെ, ഭയങ്കര അല്ലേ നോർമൽ. ശരിക്കും പറയാം സീരിയലുകളെ കുറിച്ച് നമ്മൾ പൊതുവെ പറയാം ഭയങ്കര അതിനൊക്കെ ഒരു അപവാദമായിട്ടാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത്. കണ്ണെഴുതും, പൊട്ട് തൊടും, ലിപ്സ്റ്റിക് ഇടും. അതായിരുന്നു എന്റെ പൗർണമി തിങ്കൾ മേക്കപ്പ്. അങ്ങനെ കാണാനാണ് സത്യത്തിൽ പ്രേക്ഷകർക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് കല്യാണത്തിന് എനിക്ക് കുറച്ച് ക്രിട്ടിസൈസ് എനിക്ക് തോന്നുന്നു നമുക്ക് വരാം. ഞാൻ ഒരുപാട് കമന്റ്സ് അതിന്റെ താഴെ കണ്ടതാണ്. ഇനിയുള്ള പെൺകുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് കല്യാണം കഴിക്കാമല്ലോ. ശരിക്കും ഗൗരി അതിൽ ഗൗരി പ്രൗഡ് ആവേണ്ടതാണ്. കാരണം ഒരു മാറ്റത്തിനാണ് നിങ്ങൾ വഴി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഹിന്ദുസ് അറിയാം, സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു ഗോൾഡ് എടുക്കണമെന്നുള്ള നിർബന്ധമാണോ, ഗോൾഡ് തന്നെ വേണോ? ഞാൻ ഫസ്റ്റ് ചോദിക്കേണ്ടത് ഇവിടെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നിർബന്ധമില്ല. അതാ ഞാൻ പറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെ ഒരു കൂട്ടായ തീരുമാനം ഉണ്ടല്ലോ, അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ. എനിക്ക് ഇത്ര അതിലൂടെ എനിക്ക് കൊടുക്കും. കാരണം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. സാഹചര്യം എൻ്റെ തീരെ സാറിനോട് ഞാൻ എപ്പോഴും പറയുന്നത് അവരെ ഞാൻ എപ്പോഴും കംഫർട്ട് സോണിൽ നിർത്തുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. ഇപ്പം ചേച്ചിയുടെ കല്യാണം നടത്തി, ഓക്കെ നെക്സ്റ്റ് ഞാനുണ്ട്. അപ്പം അച്ഛൻ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അച്ഛൻ ഈ കൊല്ലം മുഴുവൻ വർക്ക് ചെയ്തതാണ് അച്ഛൻ്റെ സേവിങ്സ്. അത് അവർക്ക് വേണം. അത് മുഴുവൻ എൻ്റെ ഒരു ദിവസത്തെ ഇതിനു വേണ്ടി എടുക്കുന്നതെന്ന് പറയുന്നത് അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ഞാൻ. അപ്പം കുറേ ചേച്ചിമാരെ എനിക്ക് ചോദിച്ചു, ഗൗരി എന്തായി കാണിക്കുന്നത്, സ്വർണം ഒരു മുതൽക്കൂട്ടല്ലേ പെൺകുട്ടികൾക്ക്? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മുതൽക്കൂട്ടിക്കോ? എനിക്ക് പ്രശ്നമില്ല. സ്വന്തം കാലിൽ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് മുതൽക്കൂട്ടിക്കോ? അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പാടിനെ എടുത്ത് കഴുത്തിലും കാതിലും ഇട്ടിട്ട് എങ്ങനെയാണ് അഭിമാനത്തോടു കൂടി നിൽക്കുക? എനിക്കതറിയത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കി കുറച്ച് ഗോൾഡേ ഇല്ല എന്നുള്ളതല്ല, എനിക്ക് 2-3 മാലയൊക്കെയാണ്. അവരുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവരത് കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞ സന്തോഷത്തോടെ അവരുടെ ആഗ്രഹപ്രകാരം കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. അതിലുപരി നമ്മൾ ഷോമോസ് അല്ലെങ്കിൽ ആഡംബരം എന്നുള്ള ഒരു സാധനത്തിന് എനിക്ക് എന്റെ അച്ഛനും അമ്മയും തന്നിട്ടുണ്ട്, എന്റെ ചേച്ചി തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സാറിനോട് ചോദിച്ചു നമ്മളത് മേടിക്കണോ? സത്യം പറഞ്ഞാൽ സാറിനോട് ചോദിച്ചു നമ്മളത് മേടിക്കണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ ഇടത്തില്ലല്ലോ, പിന്നെ അതെന്തിനാ എന്നാ ചോദിച്ചത്. ഞാൻ അങ്ങനെ ഗോൾഡ് അങ്ങനെ യൂസ് ചെയ്യത്തില്ല. അപ്പം ഞാൻ വെച്ചാൽ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, വീട്ടിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. നാളെ അവർക്കൊരാവശ്യം വരട്ടെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരെങ്കിൽ ഓക്കെ. അല്ലാതെ അച്ഛനെയും അമ്മയും ഞാൻ എത്ര പേരെ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞങ്ങൾ ഷൂട്ടിന് പൗർണമിത്തിങ്ങളുടെ ആണോ ജാനിയുടെ ആണോ എന്ന് അറിയത്തില്ല. ഞാനൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകുമ്പോഴത്തേക്ക് എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. നല്ല ഏജ് ആയിട്ടുള്ളൊരു അമ്മയച്ഛനും, ആ അച്ഛൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുക, അമ്മ അവിടെ തൂക്കുക. ആ കോംപ്ലക്സ് മുഴുവൻ ആ സ്ത്രീ, എനിക്ക് എങ്ങനെ പോലും അവർക്കൊരു 70 വയസ്സ് വരും. അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ചേച്ചി എനിക്ക്. അപ്പം ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ വയസ്സുകാലത്ത് ഇങ്ങനെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നേ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞൊരു മറുപടി എന്നറിയോ, 2 പെൺകുട്ടികളായിരുന്നു, അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ട് എൻ്റെ കടമുണ്ടെന്ന്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടികളോടാണ് ദേഷ്യം വന്നത്. അവരെന്തിനാ അങ്ങനെ കല്യാണം കഴിച്ച് പോയത് അല്ലേ? അവരെന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല? ഇവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൊടുത്ത് സ്വർണ്ണം ഇട്ടിട്ട് എന്ത് വിലയാ കിട്ടുക? നമ്മുടെ സ്വഭാവത്തിലല്ലേ നമ്മുടെ വില ഉണ്ടാക്കുന്നത്, അല്ലാതെ ഈ ഗോൾഡ് ഇട്ടിട്ടാണോ? ഒരുപാട് ചേച്ചിമാർ എന്നെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് കണ്ടായിരുന്നു കമൻസ്.
ഗോൾഡ് ഇടാതെ വന്നേക്കുന്നത്, ഒരു വില കിട്ടില്ലാന്ന്. ഈ ഗോൾഡിലാണോ വില? ശരിക്കും ഗൗരി പറയുമ്പോൾ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഗൗരി എന്ന് പറയുന്ന മകളെ കുറിച്ച് ഗൗരിയുടെ അച്ഛനും അമ്മയും പിന്നെ ഞങ്ങൾ പെൺകുട്ടികളും ഓർത്ത് അഭിമാനിക്കുമ്പോൾ അതിനകത്ത് ഒരു ഇതുമില്ല. കഴിഞ്ഞ ദിവസത്തെ ആ ഫോട്ടോ, വൈറലായ ഫോട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ അത്ര ഒരു പെൺകുട്ടി എത്ര ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നിമിഷമായിരിക്കും. അത്ര വലിയൊരു ഹാളിൽ ഇത്രയും ആൾക്കാരെ ക്ഷണിച്ചെത്തി എല്ലാവരും താഴെയാണ് ഇരിക്കുന്നത്. താഴെ ആ ചെയറിൽ ഇരിപ്പുണ്ട്. ഇത് വിവാഹം കാണാനും ആ സമയത്തുള്ള ആശംസകളും അനുഗ്രഹവും നൽകാനും വേണ്ടിയിട്ടാണ് അത്രയും ആൾക്കാർ വന്നിരിക്കുന്നത്. ഇത്രയും പേരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കവർ ചെയ്ത് അവർ കാണാത്ത തരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരായാലും റിയാക്ട് ചെയ്ത് പോകും. ഉറപ്പായിട്ടും അതിനകത്ത് ഒരു കുറ്റവും ബാക്കിയുള്ളവർ, പ്രത്യേകിച്ച് നമ്മൾ ക്ഷണിച്ചിട്ട് വന്നവരാണ് അവര്. അത് നമ്മൾ ക്ഷണിച്ച് നമ്മുടെ വിവാഹം കാണാൻ വേണ്ടി വന്നവർ. അവർക്ക് തടസ്സപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള മീഡിയാസിന് നിൽക്കാൻ പ്രത്യേക സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നു, മീഡിയക്ക് നിൽക്കാൻ സ്പേസ് ഉണ്ടായിരുന്നു. ഒരു ലൈൻ ബാറും അവിടെ ഉണ്ടായിരുന്നു. ഇതിനിപ്പുറത്തേക്ക് മീഡിയ, ഇതിനിപ്പുറത്തേക്ക് മീഡിയ, ഓഡിയൻസിന് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവരെടുത്തെടുത്ത് വന്ന് മൊത്തം അങ്ങ് കവർ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റം പറയുമല്ല ചേച്ചി, മീഡിയാസ് നല്ലത് തന്നെയാണ്. നമുക്കാണേലും നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നതും എല്ലാം അവർ തന്നെയാണ്. പക്ഷെ ആദ്യം മുതലേ എന്താ പറയാ, എല്ലാത്തിനും ഒരു ലിമിറ്റ്. അഷ്ടമംഗല്യം എടുക്കുന്നത് പോലും കൺഫ്യൂഷനായി. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ മീഡിയാസ്, അതായത് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചേച്ചി, അമ്മ, അച്ഛൻ, അവരൊട്ടും ക്യാമറയ്ക്ക് മുന്നിൽ എക്സ്പോസ്ഡ് ആവാൻ ആഗ്രഹമില്ലാത്തവരാണ്. അവർക്ക് എപ്പോഴും എൻ്റെ ഒരു സാധാരണ ഫാമിലിയാണ്. അപ്പം അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ. എല്ലാവരും എന്നോട് ചോദിക്കും യൂട്യൂബ് ചാനലിൽ എന്താ അമ്മയും അച്ഛനും ആക്റ്റീവ് അല്ലാത്ത, സാറിന് എന്താ കൊണ്ടുവരാത്ത. സാറിന് അത് ഒട്ടും ഇഷ്ടമല്ല. അത് എനിക്കറിയാം. ഇപ്പോൾ ഭയങ്കര അവർക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കണ്ടേ. അപ്പൊ ഇവർക്ക് ഇതൊരു പ്രശ്നം. ഈ മീഡിയാസ് ഫുൾ ഇത് കവർ ചെയ്യുന്നു. അപ്പൊ അവരുടെ ആംഗിളിൽ അത് കറക്റ്റ്. ഇത് കവർ ചെയ്യുക, എക്സ്പോസ് ചെയ്യുക, ബാക്കി കാണാത്ത ആൾക്കാരിൽ ക്ഷണിച്ച ആൾക്കാരല്ലാതെ പുറമേ ഉള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. അതൊക്കെ അവരുടെ പ്രൊഫഷനിൽ അവർ ചെയ്തത് നല്ലത് തന്നെയാണ്. പക്ഷെ കുറച്ച് ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് വന്നത്. ഇത്രയും ആൾക്കാർ ക്ഷണിക്കപ്പെട്ടവരിയ്ക്കുമ്പോൾ ഒരു കുറ്റം ഗൗരിനെ ഗൗരി അവിടെ പറഞ്ഞത് നമ്മുടെ കാര്യമാണ്. നമ്മളല്ലാതെ ആരും നമുക്ക് വേണ്ടി പറഞ്ഞു ഇത്ര സ്ട്രോങ് ആയിട്ട്. എനിക്കത് പറയേണ്ടി വന്നത് എന്റെ സിസ്റ്ററിന്, എന്റെ സ്വന്തം ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റും. എന്റെ മൂത്ത ചേച്ചിമാർക്ക്, എന്റെ ഫ്രണ്ട് ഉണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ചെയ്തു, അവള് പ്രഗ്നന്റ് ആണ്. അവളെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അവള് മാറി സ്റ്റേജിൽ നിന്ന്. അവൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇവരെ റഷ് കാരണം. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു എനിക്ക് നിന്റെ ഇത് കാണാൻ പറ്റില്ല, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല എന്നടാ, ഇടിയും തള്ളുക. അത് അവളെ ഹേർട്ട് ചെയ്തു, മനസ്സിലായോ? അതുപോലെ കൊച്ചച്ഛനോട് ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഒരു പ്രശ്നം. ഇങ്ങനെ ഒരു ആക്ഷൻ ആക്ച്വലി അത് താലികെട്ടല്ലായിരുന്നു. ഒന്ന് താലികെട്ട്, എനിക്കത് ഇപ്പോഴും എനിക്ക് പറയണം, താലികെട്ട് അമ്പലത്തിൽ കഴിഞ്ഞു. അപ്പം ഞാൻ ആവശ്യത്തിന് പ്രാർത്ഥിച്ച് തന്നെയാണ് ഇരുന്നത്. പിന്നെ ആ സമയത്ത് മാല ഇടുകയാണ് ചെയ്തത്. അപ്പം പെട്ടെന്ന് എന്താ പറയുമ്പോഴത്തേക്കും അച്ഛന് കയറി വന്ന് കൈ പിടിക്കുന്ന ചടങ്ങ്. അപ്പം ഈ റിലേറ്റീവ്സിന് കയറി വരാൻ പറ്റുന്നില്ല, ഇവരുടെ അവരെ വിടുന്നില്ല. നിങ്ങളത് വരണ്ട, പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യും. ഇവർക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ചടങ്ങ് നടക്കണമല്ലോ. എന്റെ അച്ഛൻ കിടന്ന് ഒന്നാം അച്ഛന് വയ്യ, അച്ഛൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടെ വരാം. അപ്പം ഞാൻ എന്താ ഇതെന്ന് ചോദിച്ചു. അത് ഞാൻ ചെയ്തതിൽ എനിക്കൊരു പിന്നെ ഒരു പെൺകുട്ടി മണ്ഡപത്തിൽ നാണിച്ചിരുന്നില്ല. അതാണ് കുറെ ചേച്ചിമാരെ ജീവിതത്തിൽ ആവശ്യമുള്ളിടത്ത് നമ്മൾ നാണിക്കാതിരിക്കുക നമ്മുടെ ജീവിതമാണ്. എന്തിനാ നാണിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കത് ഇപ്പോഴും എന്താ എനിക്ക് തോന്നുന്നു, ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഗൗരി മാല ഇടുമ്പോഴും കണ്ണടച്ചു തന്നെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയാണ് അത്. എനിക്ക് നല്ല ലൈഫ് കിട്ടണമെന്ന്. അതിന്റെ ഇടയിൽ എനിക്ക് നാണിക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ സമയമില്ല. എനിക്ക് അതേ പറയാനുള്ളൂ, മനസ്സിലായി? എന്നെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. സാറും ഭയങ്കര പ്രാക്ടിക്കലാണ്, ഞാനും ഞങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ്. ചുമ്മാ ഒരു 21 വയസ്സിൽ ഒരു പെൺകുട്ടിയല്ല ഞാൻ. കല്യാണം ആകുമ്പോൾ തലേദിവസമൊക്കെ ഇരുന്ന് ആലോചിച്ച് ചിരിച്ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോ അവിടെ അത്രയും പ്രഷറിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മള് ബാക്കി നാണിക്കാനും അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കാനുള്ള ഒരു ടൈമല്ല. നമ്മളൊരു പക്ഷെ അങ്ങനെ നിന്നെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ എന്താ പറഞ്ഞ കാരണവന്മാരില്ല. എനിക്ക് കാരണവന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കല്യാണ പെണ്ണിന്റെ ശബ്ദം മണ്ഡപത്തിൽ കേട്ടു. അത് ഈ മീഡിയാസിനോട് പറഞ്ഞതാണ് നിങ്ങൾക്ക്. അല്ല, അങ്ങനെ കല്യാണ പെണ്ണിന്റെ ശബ്ദം മണ്ഡപത്തിൽ കേൾക്കാൻ പാടില്ല. അതാണ് പുതിയ കണ്ടുപിടുത്തം. അല്ല, അതായിരുന്നു നിങ്ങളൊന്ന് ഒതുങ്ങി നിന്നൂടെ എന്ന് ചോദിച്ചതാണ് ആ ഒരു വോയിസ് വന്നെന്ന് പറഞ്ഞത്. അല്ലാതെ ഒരിടത്തും സംസാരിക്കാൻ സൗണ്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ ചിരിച്ചില്ല ആ സമയത്ത്. ചിരിക്കാൻ പോയിട്ട് സത്യം അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു ഡ്രീമി ഗേളായിട്ട് നിൽക്കാൻ അത്ര ഇറസ്പോൺസിബിൾ ഗേൾ അല്ല ഞാൻ. അച്ഛനും അമ്മയും എല്ലാം ചെയ്യട്ടെ, ഞാൻ ഇവിടെ ഇരുന്ന് നാളത്തെ കല്യാണ സ്വപ്നം കാണുമെന്ന് വെച്ചിരിക്കാൻ പറ്റുന്നൊരു ആളല്ല. അങ്ങനെയല്ല എന്നെ അച്ഛനും അമ്മയും വളർത്തിയത്. എന്നിട്ട് ഇതിങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിലിരുന്ന് രാത്രി സാറ് പുറത്തെ സമയത്ത് ഞാൻ അച്ഛനമ്മയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വിഷമമായോ ഇങ്ങനെ ഞാനിങ്ങനെ ഹെഡ് ചെയ്തു എന്നുള്ളൊരു. അപ്പം അച്ഛൻ ആദ്യം എന്നെ ചീത്തയാണ് വിളിച്ചത്.